ഞാൻ 6-7 പ്രാവശ്യം കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ടെന്ന്. ഈ 6-7 മീറ്റിങ്ങുകളൊക്കെ ഒരു MP പങ്കെടുത്തിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തീരുമാനം ആയിട്ടില്ല എങ്കിൽ പിന്നെ അദ്ദേഹം ആ MP സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, രാജിവെച്ച് ഇറങ്ങിപ്പോണം. കാരണം 7 പ്രാവശ്യവും കളക്ടറേറ്റിൽ വെച്ച് ഇദ്ദേഹം മീറ്റിംഗ് കൂടിയതിനു ശേഷവും ആ മീറ്റിംഗിൽ ഇതേപോലുള്ള ഒരു സർവീസ് റോഡിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ലെന്നേ. ഇദ്ദേഹം ഒരു MP അല്ലേ, ഇദ്ദേഹം പങ്കെടുത്തൊരു മീറ്റിംഗിലെടുത്തൊരു തീരുമാനം നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹം പ്രതിപക്ഷപ്പെട്ട MP ആണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിപക്ഷത്താണ്. ഇദ്ദേഹം ഒരു MP എന്നുള്ള രീതിയിൽ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ NH-66 ഓഫീസിന്റെ മുമ്പിൽ പോയി ഇദ്ദേഹം കൊണ്ട് കുത്തിയിരിക്കണമെന്നേ. കുത്തിയിരുന്നതിന് ശേഷം കളക്ടറേറ്റിലെടുത്ത തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ പണി മുൻപോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഒരു ശക്തമായ നിലപാട് കൊണ്ട് സ്വീകരിക്കണമായിരുന്നേ. അതല്ലാണ്ട് ബീഹാറിൽ കിടക്കുന്ന മലയാളം അറിയാൻ പാടില്ലാത്ത പാവം പിടിച്ചവന്മാരെ ബീഹാറിലെ ഇലക്ഷന് കോൺഗ്രസ് തോറ്റു എന്ന് പറഞ്ഞാൽ അവരെ പോയി തെറി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ?